ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പൊങ്കലാഘോഷം സമൃദ്ധിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി ആവട്ടെ കൂട്ടുകാരിക്ക് കോൾ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് കേട്ടോ, നിൻ്റെ ഇളയച്ചൻ എന്ത് ചെയ്യണോടി, ഇളയച്ചൻ്റെ ആക്ടിംഗ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആക്ടിങ്ങിൻ്റെ കാര്യമൊന്നും പറയണ്ട, ഓവർ ആക്ടിങ് ചെയ്തിട്ട് ചളാക്കാണെന്ന് പറയാണ്. അങ്ങനെ കൂട്ടുകാരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം കോൾ കട്ട് ചെയ്തിട്ട് ശ്രുതി ആവട്ടെ വീണ്ടും അവരുടെ അടുത്തേക്ക് പോവുകയാണ്. ഇളയച്ചനാണെങ്കിൽ ഈ സമയം ഭയങ്കരമായിട്ട് കെട്ടുകഥകളൊക്കെ ചമഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശ്രുതി മോളുടെ അമ്മ മരിച്ചുപോയി, അമ്മ ഇപ്പോൾ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രുതിക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ. ഇളയച്ചൻ എന്താണ് ഈ പറയണത്, എൻ്റെ അമ്മ മരിച്ചു എന്നോ, എൻ്റെ അമ്മ മരിച്ചിട്ടൊന്നുമില്ല, ഇളയച്ച ആവശ്യമില്ലാത്തൊക്കെ പറയരുതെന്ന് പറഞ്ഞിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ രവിയേട്ടനും ചന്ദ്രമതിയും സച്ചിയൊക്കെ ഞെട്ടുകയാണ് കേട്ടോ. അപ്പോൾ രവിയേട്ടൻ പറയണത്, എന്താ മോളെ നീയല്ലേ പറഞ്ഞു നിൻ്റെ അമ്മ ഇല്ല, അമ്മ ജീവിച്ചിരിപ്പില്ല എന്നൊക്കെ, പിന്നെന്താ നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയണമെന്ന് നോക്കിയപ്പോൾ ആകെ മൊത്തം ഷോക്കാവണം കേട്ടോ ശ്രുതി. അപ്പോൾ അടുത്തൊരു നമ്പറുകളൊക്കെയാണ്, അതെ എൻ്റെ അമ്മ മരിച്ചു എന്ന് പറയണത് എനിക്ക് ഇഷ്ടമല്ല, എൻ്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും എൻ്റെ അമ്മയുണ്ട്, അതുകൊണ്ട് എൻ്റെ അമ്മ മരിച്ചു എന്ന് ആര് പറഞ്ഞാലും എനിക്കത് പറ്റില്ല, എന്താണ് വെച്ചാൽ എങ്ങനെയൊക്കെ പറയണത്, എനിക്കത് വിഷമാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ പുതിയൊരു നമ്പർ ഇളക്കുകയാണ് കേട്ടോ. പിന്നീട് നമ്മുടെ ചന്ദ്രമതി ശ്രുതിനെ മാത്രം പൊക്കി പറയണ്ടേ, ഇവളെൻ്റെ പൊന്നാര മോളാണ്, എൻ്റെ സ്വന്തം മോളാണെന്നൊക്കെ പറയുന്നത്. അത് രേവതിക്ക് ഒരു കുത്തുവാക്കായിട്ട് പറയുകയാണ്.